അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ وأنفعنا ما علمتنا وزدنا علما. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരികളെ, ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ എന്ന ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ലയുടെ ടെക്സ്റ്റ് ബുക്കിലെ 5-ാമത്തെ ചാപ്റ്ററിൽ 3-ാമത്തെ തംരീനാണ് ഇൻഷാ അല്ലാഹ് നമുക്കിനി വായിക്കുവാനുള്ളത്. ശ്രദ്ധിക്കുക. 3-ാമത്തെ തംരീൻ, അതിൻ്റെ ചോദ്യം, അതിൻ്റെ തുടക്കം എങ്ങനെയാണ് എന്ന്. ഇഖ്റ വക്തുബ് മഅ ളബ്തി അവാഖിരിൽ കലിമാത്തി. ഇഖ്റ, റീഡ്. വക്തുബ്, വക്തുബ് ആൻഡ് റൈറ്റ്. മഅ ളബ്തി അവാഖിരിൽ കലിമാത്തി, ലബത്തോടുകൂടി. ലബത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കറക്റ്റ് ചെയ്തുകൊണ്ട് എന്നതാണ്. അവാഹിരിൽ കലിമാത്ത്, അവാഹിരിൽ കലിമാത്ത് എന്ന് പറഞ്ഞാൽ കലിമത്തുകളുടെ, വാക്കുകളുടെ അവസാനത്തിൽ. അപ്പോൾ റീഡ് ആൻഡ് റൈറ്റ് ദ ഫോളോയിങ് വേർഡ്സ് വിത്ത് ദ കറക്റ്റ് എൻഡിങ്. അവസാനം കറക്റ്റ് ചെയ്തുകൊണ്ട്, വേർഡുകളെ അവസാനം കറക്റ്റ് ചെയ്തുകൊണ്ട്, അഥവാ ഹർക്കത്ത്, ഫത്തുഹും കെസറും ഒക്കെ വ്യക്തമായും ഉച്ചരിച്ചുകൊണ്ട് വായിക്കുകയും എഴുതുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാമത്തേത്, സാധാരണ തംരീൻ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുന്ന ഒരു രീതി തന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് പറയാം. എന്നിട്ട് ആ അർത്ഥം നമുക്ക് ലഭിക്കുന്ന രീതിയിലൂടെ അത് വായിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് എന്താണ്? ഒന്നാമത്തേത് മദ്രസയുടെ ഡോർ. മദ്രസ യാനി മദ്രസ തന്നെ, സ്കൂൾ, വിദ്യാലയം എന്നൊക്കെ പറയുന്നതിനാണല്ലോ നമ്മൾ മദ്രസ എന്ന് പറയുന്നത്. അപ്പോൾ മദ്രസയുടെ ഡോറ് എന്ന അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? വായിക്കേണ്ടതുണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും അതിനെ വായിക്കുക? ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ഈ ചാപ്റ്റർ എടുത്തപ്പോൾ തന്നെ, മുഹമ്മദിൻ്റെ വീട്, മുഹമ്മദിൻ്റെ പേന, അള്ളാഹുവിൻ്റെ വീട് എന്നൊക്കെ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞിരുന്നു. ഏതിനെയാണോ ഇന്ന ആളുടേത് എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്ത് കൊടുക്കണം? ജറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ജറ് എന്ന് പറയുമ്പോൾ കെസറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ അർത്ഥത്തിൽ നമുക്കിതിനെ എങ്ങനെയാണ് നമുക്ക് വായിക്കാൻ പറ്റുക? ഒന്നാമത്തേത് വായിച്ചു നോക്കൂ. ഇതിനെ വായിക്കുന്ന രീതി ബാബുൽ മദ്റസത്തി, അല്ലേ? ബാബുൽ മദ്റസത്തി. അവിടെ ബാബുൽ മദ്റസത്തി, മദ്റസത്തി ഇതിന് കെസറ് കൊടുത്ത് വായിക്കുമ്പോഴാണ് മദ്രസയുടെ ഡോറ് അല്ലെങ്കിൽ സ്കൂളിൻ്റെ ഡോറ് എന്ന് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് മേക്കിംഗ് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ്. അതൊന്നും കൂടെ ഹൃദയത്തിലേക്ക് ഉറപ്പിക്കാനാണ് ഈ ഒരു തംരീന് കൊടുത്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ നോക്കാം നമുക്ക്. അവിടെ പറയുന്നത് ഹിമാർ യാനി എന്താണ്? ഹിമാർ, അതിൻ്റെ മീനിങ് എന്താണ്? നമുക്കറിയാം, കഴുത, ഡോങ്കി, അല്ലേ? അർറജുൽ, അർറജുൽ എന്നാൽ ഒരാൾ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ. അപ്പോൾ
എന്താണ് അതിന്, എങ്ങനെയാണ് അതിന് അർത്ഥം പറയുക? ഒരാളുടെ ഹിമാർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുക? ഹിമാർ, കഴുത. റജുൽ, റജുൽ എന്ന് പറഞ്ഞാൽ പുരുഷൻ, അതുപോലെ ഒരു വ്യക്തി, ദ പേഴ്സൺ, ദ മാൻ എന്നൊക്കെ അതിനർത്ഥം പറയും. അപ്പോൾ എങ്ങനെയാണ് ഒരാളുടെ, ഒരു പുരുഷൻ്റെ കഴുത എന്നോ അല്ലെങ്കിൽ ഒരാളുടെ കഴുത എന്നോ പറയാൻ എങ്ങനെയായിരിക്കും നമ്മൾ വായിക്കുക? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ വീണ്ടും ഓർക്കുക, ഇവിടെ നമ്മൾ എങ്ങനെ വായിക്കും? ശരി, ഞാനിതിങ്ങനെ പറയുന്നതിൻ്റെ മുമ്പ് നിങ്ങളിങ്ങനെ വായിച്ചു നോക്കണം. എന്നിട്ട് അതിൻ്റെ ആൻസർ ഞാൻ പറയുമ്പോൾ അത് ശരിയാണോ, ഞാൻ വായിച്ചത് ശരി തന്നെയാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുകയും ചെയ്യുക. ശരി, നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ഇങ്ങനെയാണ് ഹിമാറുർ റജുലി. ഉണ്ടോ, ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കെസർ കൊടുത്തു. ഹിമാറുർ റജുലി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? റജുലിൻ്റെ, ഒരാളുടെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹിമാറുർ റജുലി, റജുലിൻ്റെ കഴുത എന്ന് അതിനർത്ഥം വന്നു. ശരി, അടുത്ത് നോക്കൂ. അപ്പോൾ ഇതൊക്കെ നമ്മളെന്ത് ചെയ്യുക, ഈ രൂപത്തിലൂടെ സെൻറ്റൻസുകൾ ഇങ്ങനെ ഉണ്ടാക്കി പുതിയ പുതിയ ഓരോ ദിവസവും ഓരോ പേജിലും നമ്മൾ ധാരാളം സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ഈ പുസ്തകം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ പടിപടിയായി ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ, ഖുർആൻ ഇങ്ങനെ ഓതുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുവാനും അങ്ങനെ മനോഹരമായി നമ്മുടെ ഇബാദത്തുകളെ നമുക്ക് ചിട്ടപ്പെടുത്താനും നമുക്ക് കഴിയും. നിസ്കരിക്കുമ്പോഴും ഖുർആൻ പാരായണം ചെയ്യുമ്പോഴൊക്കെ അള്ളാഹു നമുക്കതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരി, അടുത്തതെന്താണ്? ഹാമിദിൻ്റെ വീട് എന്ന രീതിയിൽ, ആ അർത്ഥം ലഭിക്കുന്ന രീതിയിൽ നമുക്കതിനെ വായിക്കണം. ഹാമിദിൻ്റെ വീട്, അല്ലേ? ഹാമിദ്സ് ഹൗസ് എന്നർത്ഥം കിട്ടണം. എങ്ങനെ വായിക്കും? വായിച്ചു നോക്കൂ. നേരത്തെ നമ്മൾ പഠിച്ചു ആ വിഷയം. ബൈത്തു ഹാമിദിൻ, അല്ലേ? ബൈത്തു ഹാമിദിൻ, ഹാമിദിൻ്റെ വീട്. ഇവിടെ നമ്മളെന്ത് ചെയ്തു? ഹാമിദിൻ എന്ന് പറഞ്ഞു, ഹാമിദിൻ. അതേസമയത്ത് ഇവിടെ എന്താണ്? ഹിമാറു അർറജുലി. ഉണ്ടോ, ഒന്നേ ഉള്ളൂ. രണ്ടാമത്തേത്, ഒന്നാമത്തേതിലും അതേപോലെ നമുക്ക് കാണാം. ഇവിടെ എന്ത് ചെയ്തു? എന്താ വന്നത്? ബാബുൽ മദ്റസത്തി. അപ്പോൾ ഇവിടെ അൽ മദ്റസത്തി എന്ന് പറഞ്ഞപ്പോൾ ഒരു കെസ്റേ കൊടുത്തതുള്ളൂ. അതെന്തുകൊണ്ടാണ് കൊടുത്തത്? അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതാണ്, ഈ അലിഫ്ലാം ഇവിടെ വന്നു എന്നുള്ളതാണ്. രണ്ടാമത്തേതും അങ്ങനെ തന്നെയാണ്. ഹിമാറുർ റജുലി, ഒറ്റെണ്ണേ ഉള്ളൂ, റജുലി. ഇവിടെ കണ്ടില്ലേ, ഹാമിദിലേക്ക് നോക്കുമ്പോൾ രണ്ടെണ്ണം ഉണ്ട്, അഥവാ രണ്ട് കസറുണ്ട്. എന്നാൽ റജുലി എന്ന് പറഞ്ഞപ്പോൾ ഒന്നേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം ഈ അലിഫ്ലാം വന്നതുകൊണ്ടാണ്. അലിഫ്. അപ്പോൾ ഹിമാറുർ റജുലി. അപ്പോൾ ഇതും ഈ തംരീനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇനി നമുക്കെന്ത് ചെയ്യാം? ബൈത്തു ഹാമിദിൻ, ഹാമിദിൻ്റെ വീട്. അപ്പോൾ സാധാരണ നാമങ്ങളിലേക്ക്, മുഹമ്മദ്, സലീം, അതുപോലെയുള്ള നാമങ്ങളിലേക്ക് എന്ത് വരില്ല? അലിഫ്ലാം ചേർത്ത് പറയില്ല. അൽ മുഹമ്മദു, അസ്സലീമു എന്ന് പറയില്ല. അൽ ഹാമിദു, അൽ മഹ്മൂദു എന്ന് പറയില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള നാമങ്ങൾക്ക് എങ്ങനെ കൊടുക്കണം? ഹാമിദിൻ അഥവാ ജറ്, രണ്ട് കെസർ, തൻവീൻ, കസ്റത്തൈൻ നൽകേണ്ടതുണ്ട് എന്നും കൂടെ നമ്മൾ ചേർത്ത് മനസ്സിലാക്കുക. അപ്പോൾ വളരെ ഡീറ്റെയിലായി നമ്മളിങ്ങനെ ഓരോന്നും മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുകയാണ്. ശരി, അടുത്ത് നോക്കൂ. മുദീറിൻ്റെ കാറ് എന്ന് ലഭിക്കുന്ന രൂപത്തിൽ നമുക്കിതിനെ വായിക്കണം. മുദീറിൻ്റെ കാറ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ലഭിക്കേണ്ടത്. എങ്ങനെ വായിക്കും നമ്മൾ? സയ്യാറത്തുൽ മുദീരി, സയ്യാറത്തുൽ മുദീരി. ഇവിടെ ഒരു കെസർ കൊടുത്താൽ മതി, കാരണം ഇവിടെ അലിഫ്ലാമ് വന്നതുകൊണ്ട്. സയ്യാറത്തുൽ മുദീരി. അപ്പോൾ അത് മനസ്സിലായി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തതിലേക്ക് നമുക്ക് പോകാം. അടുത്ത് നോക്കൂ. അമ്മാറിൻ്റെ കർച്ചീഫ്, അമ്മാറിൻ്റെ ടവൽ, അതാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എങ്ങനെ വായിക്കും? മിന്തിയിലൊക്കെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്, അല്ലേ? മിന്തിയിൽ, അമ്മാർ, അമ്മാറിൻ്റെ മിന്തിയിൽ എന്നിങ്ങനെ വായിക്കുക. വായിച്ചു നോക്കൂ. യെസ്, മിന്തിയിലു അമ്മാരിൻ, അല്ലേ? ഇവിടെ അമ്മാർ രണ്ടെണ്ണം കൊടുത്തു. മിന്തിയിലു അമ്മാരിൻ, കസ്റത്തൈൻ, രണ്ട് കസ്റ, അല്ലെങ്കിൽ കസ്റത്തൈൻ. മിന്തിയിലു അമ്മാരിൻ എന്നാണ് ഇതിനെ വായിക്കുക. യെസ്, അടുത്ത് നോക്കാം നമുക്ക്. എന്താണ് അടുത്തത്?
സ്റ്റുഡൻറ്റ് വിദ്യാർത്ഥി. അത്വാലിബ്, അത്വാലിബ് എന്നാൽ വിദ്യാർത്ഥി. വിദ്യാർത്ഥിയുടെ പേര് എന്നാണ് കിട്ടേണ്ടത്. നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ് എന്ന് ലഭിക്കുന്ന രൂപത്തിൽ നമുക്കതിനെ എന്ത് ചെയ്യണം? വായിക്കണം, എഴുതണം. എങ്ങനെ വായിക്കും നമ്മൾ? വായിച്ചു നോക്കൂ. ഇതിനെ എങ്ങനെ വായിക്കുക? ഇസ്മു തോലിബി, ഇസ്മു തോലിബി. എന്തുകൊണ്ടാണ് ഇവിടെ രണ്ടെണ്ണം കൊടുക്കാതിരുന്നത്? അതിനുള്ള കാരണം എന്താണ്? അതിന് വേറൊന്നുമല്ല കാരണം, ഇതാണ് കാരണം. ഈ അലിഫ്ലാം ഇവിടെ വന്നു. അപ്പോൾ ഇസ്മു തോലിബി എന്നാണ് പറയുക, ഇസ്മു തോലിബി എന്നാണ് പറയുക. അപ്പോൾ ഇതെന്താണ്? ഈ ഒരു പ്രയോഗം തെറ്റാണ്. ഇസ്മു തോലിബി. അവിടെ എന്ത് കൊടുക്കണം നമ്മൾ? അവിടെ കൊടുക്കേണ്ടത് മറ്റൊന്നുമല്ല, ഇസ്മു അത്തോലിബി. ഇസ്മു തോലിബി, നെയിം ഓഫ് സ്റ്റുഡൻറ്റ്. ഇതാണ് അതിനെന്ത് ചെയ്യുക? അർത്ഥം പറയുക, വിദ്യാർത്ഥിയുടെ പേര്. അടുത്ത് നോക്കൂ. അള്ളാഹുവിൻ്റെ വീട് എന്നാണ് അല്ലേ? അള്ളാഹുവിൻ്റെ വീട്, പള്ളികളെ അള്ളാഹുവിൻ്റെ വീട് എന്ന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? അതുപോലെ തന്നെ കഅബാലയത്തെ അള്ളാഹുവിൻ്റെ വീട് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. എങ്കിൽ എങ്ങനെയാണത് വായിക്കുക? ഇവിടെ നമുക്കിതിനെ എങ്ങനെ വായിക്കാൻ കഴിയും? ബൈത്തുല്ലാഹു എന്ന് പറയോ? ഇല്ല, ബൈത്തുല്ലാഹി എന്നാണ് പറയുക. ബൈത്തുല്ലാഹി, അലിഫ്ലാം അവിടെ വന്നു. അൽ ഇലാഹു എന്നതിലേക്ക് ഇങ്ങനെ അതിനെ ചേർത്ത് വന്നിട്ടാണ് അള്ളാഹു എന്നായത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ബൈത്തുല്ലാഹി എന്നാണ് ഇതിനെ വായിക്കേണ്ടത്. ശരി, അടുത്ത് നോക്കാം നമുക്ക്. ഫീ അതിൻ്റെ അർത്ഥം എങ്ങനെയാണ് വരിക? ഫീ വന്നു, കിതാബ് വന്നു, അല്ല 3 കാര്യങ്ങൾ, 3 ഒരു ഹർഫ് വന്നു, 2 കലിമത്തുകളും വന്നു. ഇതിനെ ചേർത്ത് നമുക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ എന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? പറയേണ്ടതുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ എന്ന് പറയണം. അപ്പോൾ ഇവിടെ നമ്മൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു സംശയത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതെന്താണ് നമ്മൾ വിശദീകരിക്കും. ഇവിടെ എങ്ങനെ വായിക്കും? നമ്മൾ നേരത്തെ നിങ്ങളൊന്ന് പഴയ പാഠഭാഗങ്ങളിലേക്കൊന്ന് ഇങ്ങനെ ഓർത്തു നോക്കൂ. പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ജറിൻ്റെ ഹർഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ജറ് എന്ന് പറഞ്ഞാൽ നൗണിന് അഥവാ പേരുകൾക്ക് കെസറ് കൊടുക്കേണ്ടതിനാണെന്ന് പറയുക ജറിൻ്റെ ഹർഫ്. നേരത്തെ പറഞ്ഞ വിഷയമൊന്നും കൂടെ നമുക്ക് ഓർമ്മപ്പെടുത്തുന്നേയുള്ളൂ, അറിയാവുന്ന കാര്യങ്ങളാണ്. അതിൽപ്പെട്ട ഒന്നാണ് നമ്മളന്ന് പഠിച്ചിരുന്നു. അല എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫീ എന്നുള്ളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. മിൻ എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ ഇവിടെ നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ കിതാബ് എന്നെങ്ങനെ പറയാം? അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് നമുക്ക് പറയാൻ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച നിയമപ്രകാരം എന്ത് ചെയ്താൽ മതി? കിതാബുല്ലാഹി എന്ന് പറഞ്ഞാൽ മതി. ഉണ്ടോ? കിതാബുല്ലാഹി ഇങ്ങനെയാണ് പറയാം. ഏതിനെ പരിഗണിക്കാതെ, ഇതിനെ നമ്മൾ പരിഗണിക്കാതെ, ഈ ഫീ എന്നതിനെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. ഫീ എന്നതിനെ പരിഗണിക്കാതെ നമുക്ക് എന്ത് ചെയ്യണം? അള്ളാഹുവിൻ്റെ കിതാബ് എന്ന് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഉപയോഗപ്പെടുത്തിയാൽ മതി? ഇത് മാത്രമാണ്, കിതാബുല്ലാഹി എന്നാണ് പറയാം. പക്ഷെ അവിടെ പിന്നീട് എന്ത് ചെയ്യുന്നു? ഒരു വാക്ക് അവിടെ വീണ്ടും എന്ത് ചെയ്തു? വന്നു. ഒരു വാക്കൽ ഒരു ഹർഫ് അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിരിക്കുന്നു. ഏതാണ് ആ ഹർഫ് വന്നത്? നമുക്കിതിങ്ങനെ നോക്കിയിട്ട് ഒഴിവാക്കിയിട്ട് പറയാം. കണ്ടില്ലേ? ഇവിടെ എന്ത് വന്നു? ഫീ എന്നുള്ളത് വന്നു. ഫീ എന്നുള്ളത് വന്നു. അപ്പോൾ ഫീയുടെ പ്രത്യേകത എന്താണ്? ഫീയുടെ പ്രത്യേകത, ഫീ എന്നതിൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഫീ വന്നാൽ ശേഷം വരുന്നതിന് എന്ത് ചെയ്യണം? കെസർ കൊടുക്കണം. ഫീ വന്നാൽ ശേഷം വരുന്നതിന് കെസർ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീ വന്നപ്പോൾ ഇതിനെന്ത് ചെയ്തു? ഇതിന് വീണ്ടും നമ്മൾ ഫീ കിതാബില്ലാഹി. അപ്പോൾ കിതാബുല്ലാഹി എന്നതിലേക്ക് ഫീ വന്നപ്പോൾ ഫീ കിതാബുല്ലാഹി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്ത് വേണം? ഫീ വന്നാൽ ശേഷം വരുന്നതിന് കെസർ വേണം. ഫീ കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ. ഇങ്ങനെയാണ് ഇതിനെന്ത് ചെയ്യുക? നമ്മൾ വായിക്കേണ്ടത്. ഫീ കിതാബില്ലാഹി. അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വീണ്ടും വരികയാണ്. എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതെന്താ? ഇവിടെ ഈ കാണുന്നത് കണ്ട നിങ്ങൾ, ഇവിടെ കണ്ടില്ലേ? ബാബു, അതുപോലെ തന്നെ ഹിമാർ, അതുപോലെ ബൈത്ത്, സെയ്യാറത്ത്, മിന്ദീൽ, ഇസ്മ,
ബൈത്ത് തുടങ്ങിയ ആദ്യം വന്ന, അഥവാ അർത്ഥം പറഞ്ഞുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, മദ്രസയുടെ ഡോറ് എന്ന് പറയുമ്പോൾ ബാബുൽ മദ്രസത്തി എന്ന് പറയുന്ന അതിലെ ബാബ്, മദ്രസയിലേക്ക് ചേർത്തിയിട്ടുള്ള ബാബിന് നമ്മൾ എന്തായിരിക്കും അക്ഷരം കൊടുക്കുക? ബാബു എന്ന് പറയോ, അതല്ല ബാബി എന്ന് പറയോ, അതല്ല ബാബ എന്ന് പറയോ? 3 കാര്യങ്ങൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഹർക്കത്ത് കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്കറിയാലോ ഏതൊക്കെ ഹർക്കത്തുകൾ വരുന്നുണ്ട്. ഒരു വാക്കിൽ വരികയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നുണ്ട്, ഫത്ത്ഹ് വരും, അതുപോലെ തന്നെ കെസറ് വരും, അതുപോലെ തന്നെ ലൊമ്മ് വരും. അതുപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫത്ഹത്തൈൻ വരും, കെസറത്തൈൻ വരും, അതുപോലെ തന്നെ ലൊമ്മത്തൈൻ വരും. അഥവാ 2 ഫത്ത്ഹ്, 2 കെസറ്, 2 ലൊമ്മും ഒക്കെ വരും. അപ്പം ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ മനസ്സിലാക്കി ഇൻ്റെ എന്നറിയാൻ, സലീമിൻ്റെ എന്നറിയാൻ, വീടിൻ്റെ എന്ന് പറയാൻ, മുഹമ്മദിൻ്റെ എന്ന് പറയാൻ അതിനെന്ത് കൊടുത്താൽ മതി? നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കെസറ് കൊടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ ബൈത്തു സലീമിൻ എന്ന് പറയുമ്പോൾ സലീമിൻ്റെ വീട് എന്നാണ് പറയാം. അപ്പോൾ ഈ ബൈത്തു എന്ന് പറയുന്ന ബൈത്തിന് എപ്പോഴും ലൊമ്മായിരിക്കുമോ? അതിന് ബൈത്തു എന്ന് പറയണോ, ബൈത്ത എന്ന് പറയണോ, ബൈത്തി എന്ന് പറയണോ? അവിടെയാണ് ഈ ഡോക്ടർ അബ്ദുറഹീം റഹിമഹുല്ല നമുക്ക് ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഭാഗം നമുക്കൊരു നിയമം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതെന്താണ്? ആ നിയമം എന്താണ്? ഇവിടെ ഈ ഒരു ഭാഗത്തിന് നമ്മൾ ഹർക്കത്ത് കൊടുക്കുമ്പോൾ, അഥവാ ഇതിൻ്റെ ഹർക്കത്ത് അതങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും, സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മൾ നേരത്തെ പഠിച്ച ഒരു നിയമം കൊണ്ടുവന്നു, പഠിക്കാത്തൊരു നിയമം ഇതിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. അതെന്താണ്? ഈ ഒരു ഹർഫിനെ ഇവിടെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഫീ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീ വന്നാൽ ഇവിടെ കിതാബുല്ല എന്ന് പറയില്ല, ഫീ കിതാബില്ലാഹി എന്നാണ് പറയേണ്ടത്. ഫീ കിതാബില്ലാഹി എന്നാണ് പറയേണ്ടത്. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കാൻ. ശരി, ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ നമുക്കിത് വ്യക്തമാകും. അടുത്തത് നോക്കൂ നിങ്ങൾ, അടുത്തത് നമുക്ക് വായിക്കാനുള്ളത് ഏതാണ്? ഇതാ, മിൻ ബൈത്ത് അൽ മുദർരിസ്. ഇതിൻ്റെ അർത്ഥമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. എന്നിട്ട് ആ അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, നമുക്കത് വായിക്കാൻ കഴിയണം. അഥവാ അതിൻ്റെ അർത്ഥം എന്താണ്? മുദർരിസിൻ്റെ വീട്ടിൽ നിന്നും എന്നാണ് ഇതിൻ്റെ അർത്ഥം. മുദർരിസിൻ്റെ വീട്ടിൽ നിന്നും, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മിൻ എന്ന് പറഞ്ഞാൽ ഫ്രം എന്നാണ്, ബൈത്ത് എന്ന് പറഞ്ഞാൽ ഹൗസ് എന്നാണ്, മുദർരിസ് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്. അപ്പോൾ ഫ്രം ദി ഹൗസ് ഓഫ് ടീച്ചർ എന്ന അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം, വായിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം തന്നെ നമുക്കെന്ത് ചെയ്യാം, ആദ്യത്തെ ഭാഗം നമുക്കൊന്ന് ഒഴിവാക്കാം. മിൻ എന്നുള്ളത് ഒഴിവാക്കി, മിൻ എന്നുള്ളത് എന്ത് ചെയ്തു, കട്ട് ചെയ്തു. നമ്മൾ അവിടെ മിൻ എന്നില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെ വായിക്കുക, എങ്ങനെ വായിക്കും? അധ്യാപകൻ്റെ വീട് എങ്ങനെയാണ് പറയുക? ബൈത്തുൽ മുദർരിസി എന്നാണ് പറയുക, ബൈത്തുൽ മുദർരിസി എന്നാണ് പറയാം. പക്ഷേ അതിലേക്ക് നേരത്തെ നമ്മൾ പഠിച്ചതായിട്ടുള്ള എന്ത് വന്നു? നേരത്തെ നമ്മൾ പഠിച്ച ഒരു ഭാഗമുണ്ടല്ലോ, ഹുറൂഫുൽ ജറിൽപ്പെട്ട മിൻ എന്നുള്ളത് വന്നു. അപ്പോൾ എങ്ങനെ വായിക്കും? മിൻ എന്ന് വന്നാൽ എങ്ങനെയാണ് വായിക്കുക? ഒന്ന് വായിച്ചു നോക്കൂ. മിൻ വന്നാൽ നമ്മൾ പഠിച്ച മനസ്സിലതിൻ്റെ ശേഷം വരുന്നതിന് കെസറ് കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ വായിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ വായിക്കും നമ്മൾ? ശരി, നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെ, മിൻ ബൈത്തിൽ മുദർരിസി, മിൻ ബൈത്തിൽ മുദർരിസി, അധ്യാപകൻ്റെ വീട്ടിൽ നിന്നും. ആ രൂപത്തിലായിരിക്കണം ഇതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വായിക്കേണ്ടത്. മിൻ, പിന്നെ ബൈത്തി ആണ്, മിൻ വന്നത് കൊണ്ടാണ് കൊടുക്കുന്നത്, മിൻ ബൈത്തിൽ മുദർരിസി. ഇങ്ങനെയാണ് നമ്മളതിന് വായിക്കേണ്ടത്. ശരി, ഇനി നമുക്കെന്ത് ചെയ്യാം, അടുത്തതിലേക്ക് പോവാം. അതെന്താണ്? അല, അല്ലേ? അല എന്ന് പറഞ്ഞാൽ ഓട് എന്നാണ്, മേൽ എന്നർത്ഥം ലഭിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹർഫാണെന്ത്? മിൻ ഹുറൂഫിൽ ജർ, ജറിൻ്റെ ഹർഫിൽപ്പെട്ടതാണെന്ത്? അല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിതിനെ വായിക്കുക? അല വന്നാൽ ശേഷം വരുന്നതിന് നിയമം എന്താണ്? അതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇതിൻ്റെ അർത്ഥമാണ് ഇനി ഞാൻ പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? മുദീറിൻ്റെ ടേബിളിന്മേൽ, മുദീറിൻ്റെ ടേബിളിന്മേൽ, മുദീറിൻ്റെ ടേബിളിന്മേലുണ്ടത്.
നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് മുദീറിൻ്റെ ടേബിൾ മേലുണ്ട്, മാനേജറുടെ ടേബിളിന്മേലുണ്ട് എന്നതാണ്. മാനേജറുടെ ടേബിളിന്മേലുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെയാണത് വായിക്കുക? അല ഒഴിവാക്കിയിട്ട് വായിച്ചു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ അല ഒഴിവാക്കി, അല ഇല്ല എന്ന് വിചാരിക്കുക. അപ്പം എന്താണ് മുദീറിൻ്റെ ടേബിൾ എങ്ങനെ പറയാം? മക്തബുൽ മുദീരി എന്നാണ് വായിക്കുക, മക്തബുൽ മുദീരി. പക്ഷേ ഇവിടെ എന്ത് ചെയ്തു? അല വന്നു. അപ്പോൾ അല വന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ഈ അലയെ നമ്മൾ പരിഗണിക്കണം. അല വന്നാൽ ശേഷം വരുന്നതിന് എന്ത് കൊടുക്കണം? കെസർ കൊടുക്കണം. അപ്പോൾ എങ്ങനെ വായിക്കും? അല മക്തബിൽ മുദീരി, മുദീറിൻ്റെ ടേബിളിന്മേൽ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു തംരീനിലൂടെ വളരെ വ്യക്തമായി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരാളുടെ ഒരു വസ്തു എന്ന് പറയാനും അതിന് ഹർക്കത്തിടാനും, അഥവാ അതിന് ഫത്ത്ഹാണോ കസറാണോ, അതിൻ്റെ തുടക്കത്തിലും ഒടുക്കത്തിലും വരേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ സവിസ്തരം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അൽഹംദുലില്ലാ. ഇനി നമുക്ക് അടുത്ത 4-ാമത്തെ തംരീനിലേക്ക് നമുക്ക് പോകാം. 4-ാമത്തെ തംരീൻ വായിച്ചു നോക്കൂ. എന്താണിത്? ഇഖ്റ. ഇഖ്റ എന്ന് പറഞ്ഞാൽ റീഡ് അല്ലേ? ശരി, നമ്മൾ നേരത്തെയുള്ള അതേ ശൈലിയിൽ തന്നെയാണ് വീണ്ടും പോകുന്നത്. അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് ഒന്നാമത്തത്? വായിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ലേ? വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് വായിക്കാൻ അറിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. ശരി, ഇതിൻ്റെ അർത്ഥം ഞാൻ പറയും. ആ അർത്ഥം ലഭിക്കുന്ന രൂപത്തിലൂടെ നമുക്കത് വായിക്കാൻ കഴിയണം. എന്താണ് ഇതിൻ്റെ അർത്ഥം? ഒന്നാമത്തെ അവിടെ അയിന കണ്ടു അല്ലേ? ബൈത്തുണ്ട്, മുദർരിസ് ഉണ്ട്. മുദർരിസിൻ്റെ വീടെവിടെ? മുദർരിസിൻ്റെ വീടെവിടെ എന്നുള്ളതിനെ നമ്മൾ എങ്ങനെ വായിക്കും? വായിച്ചു നോക്കൂ. ഐനൽ മുദർരി, ഐന, സോറി തെറ്റിയല്ലേ, അവിടെ അങ്ങനെയല്ല. അപ്പം എങ്ങനെ വായിക്കണ്ടേ? ഐന ബൈത്തുൽ മുദർരിസി, ഐന ബൈത്തുൽ മുദർരിസി, മുദർരിസിൻ്റെ വീട് എവിടെയാണ്? അതിൻ്റെ ആൻസർ പറയുന്നത് നോക്കൂ. എന്താണ് അതിൻ്റെ ആൻസർ? എന്താണ്? ഹുവ ബഈദുൻ, ഹുവ ബഈദുൻ, അത് ദൂരെയാണ്. ഹുവ അത്, ബൈത്ത് എന്ന് പറഞ്ഞാൽ അത്, ഹുവ എന്ന് അത് എന്നുള്ള അർത്ഥമുണ്ടല്ലോ, അവൻ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കും. എന്നാൽ ഹുവ എന്നതിന് അത് ബഈദുൻ, അത് ദൂരെയാണ്. ശരി, ഇനി രണ്ടാമത്തേത് നോക്കാം നമുക്ക്. രണ്ടാമത്തേത് എന്താണ്? രണ്ടാമത്തെ തംരീൻ ഒന്ന് വായിച്ചു നോക്കൂ. രണ്ടാമത്തെ തംരീൻ, ഖുർആൻ അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ആ അർത്ഥം ലഭിക്കുന്ന രൂപത്തിൽ അതിനൊന്ന് വായിച്ചു നോക്കൂ. അത് ഖുർആൻ, അത് അള്ളാഹുവിൻ്റെ അല്ലേ, ഈസ് ബുക്ക് ഓഫ് അള്ളാഹ്. അതെന്താണ്? അള്ളാഹുവിൻ്റെ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ. എങ്ങനെയാണ് നമ്മളതിനെ വായിക്കുക? അൽ ഖുർആനു, അൽ ഖുർആനു കിതാബുല്ലാഹി, അൽ ഖുർആനു കിതാബുല്ലാഹി. ശരി, മൂന്നാമത്തേത് നോക്കാം. മൂന്നാമത്തേത് അതേപോലെ തന്നെ നമുക്ക് വായിക്കാം അല്ലേ? കഅബ അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എങ്ങനെ വായിക്കണം? അള്ളാഹുവിൻ്റെ ഭവനം, അൽ കഅബത്തു ബൈത്തുല്ലാഹി. അങ്ങനെ തന്നെയല്ലേ വായിച്ചത്? അതെ, നിങ്ങളെൻ്റെ കൂടെ, ഞാൻ വായിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ വായിക്കണം. ആ രൂപത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുമ്പോഴാണ് കൂടുതൽ ഫലം ചെയ്യുക. ശരി, നാലാമത്തെ വായിക്കാം നമുക്ക്. നാലാമത്തേത് എന്താ? നാലാമത്തേത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ രൂപത്തിലൂടെ നമുക്കിത് വായിക്കാൻ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വായിച്ചു നോക്കൂ. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുല്ലാഹി അല്ലേ? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുല്ലാഹി. നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഏതാണ് ഇവിടെ? റസൂലുല്ലാഹി. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുല്ലാഹി. എന്താ അതിൻ്റെ അർത്ഥം? മുഹമ്മദ് അള്ളാഹുവിൻ്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരി, അഞ്ചാമത്തെ നോക്കാം. അഞ്ചാമത്തെ എങ്ങനെ വായിക്കാം? അവിടെ ഒരു ഫിഅല് വന്നല്ലേ, അഥവാ ഒരു വെർബ് വന്നിട്ടുണ്ട്. മുദീറിൻ്റെ റൂമിൽ നിന്ന് ടീച്ചർ പുറപ്പെട്ടു. മുദീറിൻ്റെ റൂമിൽ നിന്ന് ടീച്ചർ പുറത്തേക്ക് പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. എങ്ങനെ വായിക്കും? എങ്ങനെയാണ് വായിക്കുക? വായിച്ചു നോക്കൂ. ഖറജൽ മുദർരിസു,
ഖറജ അൽ മുദർരിസു. അപ്പോൾ മുദർരിസ് പുറത്തേക്ക് പോയി എന്നാണ്. അപ്പോൾ ഇവിടെയും നമുക്കൊരു സംശയമുണ്ട്, എങ്ങനെ ഇപ്പം നിങ്ങളവിടെ മുദർരിസു എന്ന് വായിച്ചത് അല്ലേ? ഇവിടെ എന്താ അപ്പോൾ മുദർരിസ എന്നൊക്കെ വായിക്കാലോ, അവിടെ ഖറജൽ മുദർരിസ എന്ന് വായിച്ചൂടെ? ഖറജൽ മുദർരിസീന്ന് വായിച്ചൂടെ? എന്താ ഇപ്പോൾ വായിക്കണതിൽ എന്താ തെറ്റ്? പിന്നെ എന്താ അവിടെ മുദർരിസു എന്ന് പറയാൻ കാരണം? അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഖറജ എന്നുള്ളത് കണ്ടോ, അതൊരു ഫിഇലാണ്. ഫിഇൽ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതൊരു വർബാണ് അല്ലേ? അതൊരു ക്രിയയാണ്. അത് ഒരു ക്രിയ, അതാണ് വർബ്. എങ്കിൽ ഈ ഫിഇൽ ചെയ്യുന്ന വ്യക്തിക്ക്, ഈ ഫിഇൽ ചെയ്യുന്ന ആൾക്ക് എന്താണ് എന്ത് ചെയ്യുക? എപ്പോഴും കൊടുക്കേണ്ടത്, ഫിഇൽ ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ടാവുമല്ലോ, ആ വ്യക്തിക്ക് എപ്പോഴും ലൊമ്മാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആരാ പുറത്തേക്ക് പോകുന്നത്? ആരാണ് പുറത്തേക്ക് പോയത്? പുറത്തേക്ക് പോയത് മുദർരിസാണ്. അപ്പോൾ മുദർരിസ് പുറത്തേക്ക് പോയി എന്ന് അർത്ഥം ലഭിക്കാൻ എന്ത് കൊടുക്കണം? അതിന് ലൊമ്മ കൊടുക്കണം, റഫ്അ കൊടുക്കണം. അപ്പോഴാണ് മുദർരിസ് പുറത്തേക്ക് പോയി എന്നാകുള്ളൂ. അപ്പോൾ ഫിഇൽ ചെയ്യുന്ന, ഇതിൻ്റെ ഇടയിൽ നമ്മളതൊന്ന് മനസ്സിലാക്കുക. ഫിഇൽ ചെയ്യുന്ന അഥവാ ക്രിയ ചെയ്യുന്ന വ്യക്തിക്ക് അഥവാ കർത്താവിന് എപ്പോഴും അറബിയിൽ എന്തായിരിക്കും കൊടുക്കുക? അത് റഫ്ഇൻ്റെ സ്ഥാനത്ത് അഥവാ ലൊമ്മായിരിക്കും അതിന് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ഈ രീതിയിൽ നിങ്ങൾ അത് വായിക്കുന്നത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയാം. ഇനി ചില കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായി എഴുതി വെക്കേണ്ടതുണ്ടെങ്കിൽ അത് എഴുതി വെക്കുക. ഖറജൽ മുദർരിസു മിൻ ഗുർഫത്തി. മിൻ വന്നു, ശ്രദ്ധിക്കുക, മിൻ എന്നുള്ളത് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? മിൻ ഗുർഫത്തി എന്നുള്ളത് കൊടുക്കണം. മിൻ ഗുർഫത്തിൽ മുദീരി, മുദീറിൻ്റെ റൂമിൽ നിന്ന് ടീച്ചർ പുറത്തേക്ക് പോയി. യെസ്, ഈ ഒരു വിഷയത്തിൽ അഞ്ചാമത്തേതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ശരി, ആറാമത്തെ നോക്കൂ. ആറാമത്തേത്, ഇത് ഹാമിദിൻ്റെ വീടാണ്, അത് ഖാലിദിൻ്റെ വീടാണ്. ആ രൂപത്തിലൂടെയാണ് ഇതിനെ വായിക്കേണ്ടത്. അർത്ഥം പറയുന്ന അതേ രീതിയിലൂടെ നിങ്ങൾക്ക് വായിക്കാനാണ് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഹാമിദിൻ്റെ വീടാണ്, അത് ഖാലിദിൻ്റെ വീടുമാണ്. എങ്ങനെ വായിക്കും? ഇത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചൊരു വിഷയമാണെന്ത്? ഇത് എന്നുള്ളത് അല്ലേ, ഹാദ എന്നുള്ളത് അല്ലേ? യെസ്. എങ്ങനെയാണ് ഹാദ ആകുന്നു അല്ലേ? ഇതാകുന്നു ബൈത്തു ഹാമിദിൻ. ഹാമിദിൻ്റെ വീട് എന്നർത്ഥം കിട്ടാൻ ഇവിടെ എന്ത് ചെയ്യണം? കസ്റ. ഹാമിദിൻ, ഹാമിദിൻ്റെ വീടാണ്. വദാലിക, ആൻഡ് ദാറ്റ്, അതെന്താണ്? ബൈത്തു ഖാലിദിൻ, അത് ഖാലിദിൻ്റെ വീടുമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി, ഈ നിയമം വെച്ചുകൊണ്ട് ഇതിനെ വായിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. ശരി, ഏഴാമത്തേത് കണ്ടില്ല നിങ്ങൾ? ആ അലിഫിൻ്റെ മുകളിൽ ഉണ്ട്. ഇവിടെ എന്താണ്? പിന്നെ നമുക്ക് ആദ്യം അത് പറയാം. അമ്മാറിൻ്റെ മകൻ ആരാണ്? തോലിബാൻ, വിദ്യാർത്ഥിയാണ്. എന്നാൽ യാസിറിൻ്റെ മകനോ? യാസിറിൻ്റെ മകൻ കച്ചവടക്കാരനുമാണ്. ഇതാണ്, ഈ രീതിയിലാണ് ഇത് എന്ത് ചെയ്യുന്നത്? വായിക്കേണ്ടത്. അപ്പോൾ ആ നിയമം നമുക്കറിയാം. അമ്മാറിൻ്റെ മകൻ എന്ന് പറയാൻ അവിടെ എന്ത് ചെയ്താൽ മതി? അമ്മാരിൻ എന്ന് കൊടുത്താൽ മതി. പിന്നെയോ യാസിറിൻ്റെ മകൻ എന്ന് പറഞ്ഞാൽ യാസിരിൻ, ഇബ്നു യാസിരിൻ എന്ന് പറഞ്ഞാൽ മതി. ആ നിയമം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അതുകൊണ്ട് അതിൽ ഇനി ഞാൻ സ്ട്രെസ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്കൊരു പ്രധാനപ്പെട്ട മറ്റൊരു നിയമം ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമാണ്. നോക്കൂ നിങ്ങൾ, ഏഴാമത്തേതിൽ ഒന്നാമത്തെ അലിഫിൻ്റെ മുകളിൽ കണ്ടില്ലേ, ഇബ്ന് എന്നാണ് എഴുതിയിട്ടുള്ളത്. പക്ഷേ ആ അലിഫിൻ്റെ മുകളിൽ ഇപ്പോൾ അതിനെ കൊണ്ട് എഴുതുമ്പോൾ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. ഇതേപോലെ ചെറിയൊരു കുഞ്ഞ് സ്വാദ്, വളരെ ചെറിയൊരു സ്വാദിൻ്റെ അറ്റം. സ്വാദ് എങ്ങനെ എഴുതുക? ഇങ്ങനെ എഴുതും അല്ലേ? അതിൻ്റെ ഈ അറ്റം മാത്രം നമുക്കതിൻ്റെ മുകളിൽ നമുക്ക് കാണാം. ഈ കാര്യം ഉണ്ടോ? ഇത് ചെറുതാക്കിയിട്ട് വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൻ്റെ മുകളിൽ ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയും, വളരെ ചെറിയ രൂപത്തിൽ. ഖുർആനിൽ നമുക്ക് ഇതേ രൂപത്തിലുള്ള ഒരു പ്രയോഗം നമുക്ക് ഇതേ രൂപത്തിൽ ധാരാളം സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ തന്നെ അലിഫിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു സ്വാദിൻ്റെ അതിൻ്റെ അറ്റം, അതിൻ്റെ തുടക്കം, അതിൻ്റെ കെട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത് നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതെന്താണ്? എന്തായിരിക്കും ആ മെസ്സേജ്? അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. എന്ന് പറഞ്ഞാൽ ഇതിന് പറയാം ഹംസത്ത് വസ്ൽ എന്നാണ് പറയുക. വസ്ലിൻ്റെ ഹംസ എന്നാണ് പറയാം. വസ്ലിൻ്റെ ഹംസ
എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണുന്നത് നമ്മൾ ഇത്തരം വസ്ലിൻ്റെ ഹംസയുടെ പ്രത്യേകം. വസ്ൽ എന്ന് പറഞ്ഞാൽ ചേർക്കുക എന്നാണ്. വസ്വല എന്ന് പറഞ്ഞാൽ ചേർത്തു എന്നാണ്. വസ്ൽ എന്നാൽ ചേർക്കൽ എന്നതാണ് അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്തരം പ്രയോഗങ്ങൾ കാണുമ്പോൾ, ഇത്തരം അടയാളങ്ങൾ കാണുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത്, അവിടെ തുടക്കത്തിലാണെങ്കിൽ അതിനെന്തുണ്ട്, നമ്മൾ ഉച്ചാരണം കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇബ്നു എന്ന് വായിക്കണം. ഇവിടെ എന്ത് ചെയ്യണം, തുടക്കമാണ്, ആദ്യത്തിൽ ഒരു സെൻറ്റൻസിൻ്റെ ആരംഭത്തിലാണത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇബ്നു എന്ന് വായിക്കണം. ഇബ്നു അമ്മാരിൻ, ഇബ്നു അമ്മാരിൻ, അമ്മാറിൻ്റെ മകൻ ത്വാലിബുൻ, വിദ്യാർത്ഥിയാകുന്നു. അപ്പോൾ ആകുന്നു എന്നർത്ഥം ലഭിക്കാൻ അവിടെ എന്ത് ചെയ്തു, ത്വാലിബുൻ എന്ന് തന്നെയാണ് അതിന് കൊടുക്കേണ്ടത്. അതിൻ്റെയൊക്കെ നിയമവശങ്ങൾ ഇൻഷാ അല്ലാഹ് നമ്മളെന്ത് ചെയ്യും, പിന്നീടത് പിന്നെ ഈ ടെക്സ്റ്റിൽ തന്നെ നമ്മളിത് പഠിക്കും. അവിടെ എല്ലാ നിയമങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കഴിയില്ല. എന്നാൽ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇബ്നു അമ്മാരിൻ ത്വാലിബുൻ. ഇനി അടുത്ത് നോക്കൂ നിങ്ങൾ, വാ ഉണ്ടോ, വാ വന്നു. ആ വാ വന്ന സന്ദർഭങ്ങളിൽ നമ്മളവിടെ വായിക്കുന്ന ഒരു വ്യത്യാസം നോക്കൂ. ഇത് നമുക്ക് കട്ട് ചെയ്യാം അല്ലേ. വാ എന്ന് കഴിഞ്ഞ് പിന്നെ വ ബിനു എന്നാ പറയാം. എങ്ങനെയാണ് പറയാം, വ ബിനു, വ ഇബിനു എന്ന് പറയില്ല. അപ്പോൾ എഴുതുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ, ഇങ്ങനെ എഴുതും, വാ ടു, എന്നിട്ട് ആ അലിഫ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെയാണ് എഴുതുക. അതായത് ആ വായന നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും എന്നുള്ളതിനാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. നിങ്ങൾ മനസ്സിലായി, എങ്ങനെ എഴുതും എന്നല്ല പറയണത്. വായിക്കുമ്പോൾ എങ്ങനെ വബുനു എന്നാണ് വായിക്കുക. യഥാർത്ഥത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് കണ്ടോ, ഇതെന്താ വബുനു, വബുനു എന്ന് നമ്മളിത് എന്ത് ചെയ്യുന്നു, ഇത് വബുനു എന്നല്ലേ വായിക്കുക, വബുനു. ഇതേ വായന തന്നെയാണ് ഇവിടെ കൊടുക്കേണ്ടത്. എവിടെ കൊടുക്കേണ്ടത്, ഇപ്പോൾ ഈ റൗണ്ട് ചെയ്ത ഈ ഭാഗത്ത് കൊടുക്കേണ്ടത്. റൗണ്ടല്ല, ഇവിടെ ഞാൻ ഈ റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്തില്ലേ കണ്ടോ, വബുനു. അപ്പോൾ എഴുതിയപ്പോൾ എന്തുണ്ട്, എഴുതിയപ്പം അവിടെ വന്നു ഈ അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചെറിയ ഒരു സ്വാ, വസലിൻ്റെ അക്ഷരമാണ് എന്ന്, ഹംസയാണ് എന്ന് സൂചിപ്പിക്കുന്നത് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സെൻറ്റൻസുകളുടെ ഇടയിൽ അല്ലെങ്കിൽ കെലിമത്തുകളുടെ വേർഡുകളുടെ ഇടയിൽ, ഇപ്പോൾ വാവ് എന്ന അക്ഷരത്തിൻ്റെ ശേഷമാണിത് വന്നത്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, എന്നെ നിങ്ങൾ വായിക്കാതെ അതിലേക്ക് തൊട്ടടുത്തതിലേക്ക് ചേർക്കൂ എന്ന ഒരു മെസ്സേജാണ് ആ അക്ഷരം കൊണ്ട്, ആ ഒരു അടയാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ വായിക്കണം, അവിടെ വായിക്കേണ്ട രീതി വബിനു, അവിടെ വ ഇബിനു എന്ന് പറയില്ല. എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ നോക്കേണ്ടത്, ഇവിടേക്ക് നോക്കൂ, ഇവിടെ നമ്മൾ വായിച്ചപ്പോൾ എങ്ങനെ വായിച്ചു, ഇബ്നു, കാരണം അത് ആരംഭത്തിലാണ് വന്നിട്ടുള്ളത്, അത് തുടക്കത്തിലാണ് വന്നത്. അപ്പോൾ അവിടെ എങ്ങനെ വായിക്കുക, ഇബ്നു എന്ന് തന്നെ വായിക്കണം. എന്നാൽ അത് ഇടയിലേക്ക് വന്നപ്പോഴോ വബ്നു, ആ വാവിലേക്ക് ചേർത്തുകൊണ്ട്, വാവിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ശേഷം വരുന്ന ബ എന്ന അക്ഷരത്തിലേക്കും ചേർത്ത് വബ്നു എന്നാണ് വായിക്കുക. ഈ ഒരു നിയമം നമ്മളിവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അവിടെ വായിക്കേണ്ട രീതി എന്താണ്, വബ്നു യാസിരിൻ താജിറുൻ, വബ്നു യാസിരിൻ താജിറുൻ. ബാക്കി നിയമങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചു. ഇനി ഇത് മറ്റു സ്ഥലങ്ങളിൽ ആവർത്തിച്ച് വരുമ്പോൾ നമ്മൾ അതേ രീതിയിൽ ആ പ്രാക്ടീസ് അത് ആ രീതിയിൽ വായിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ശരി, എട്ടാമത്തെ നോക്കൂ, മുദർരിസിൻ്റെ വീട് ദൂരെയാണ്. മുദർരിസിൻ്റെ വീട് ദൂരെയാണ്. എന്നാൽ കച്ചവടക്കാരൻ്റെ വീടോ അടുത്താണ്. എങ്ങനെ വായിക്കും, നേരത്തെ നമ്മൾ പഠിച്ചതാണ്. ഇനി അതിലിങ്ങനെ കൂടുതൽ സമയമെടുക്കേണ്ടതില്ല. ഉത്തരം എങ്ങനെയാണ്, ബൈത്തുൽ മുദർരിസി ബഈദുൻ വബൈത്തു താജിരി ഖരീബുൻ. മുദർരിസിൻ്റെ വീട് ദൂരെയാണ്, കച്ചവടക്കാരൻ്റെ വീട് അടുത്താണ്. ഒമ്പതാമത്തത്. ശരി, ഒമ്പതാമത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം, ഇത് കാറിൻ്റെ ചാവിയാണ്. ഇത് കാറിൻ്റെ ചാവിയാണ്, വീടിൻ്റെ ചാവി എവിടെ അല്ലേ, ഇത് കാറിൻ്റെ ചാവിയാണ്, വീടിൻ്റെ ചാവി എവിടെയാണ്. ഇതാണ് സെൻറ്റൻസ്. അപ്പോൾ എങ്ങനെ വായിക്കണം, ശരി, ഹാദാ മിഫ്താഹു സയ്യാറത്തി അല്ലേ, സയ്യാറത്തിൻ്റെ മിഫ്താഹാണ്. അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ വായിച്ചത്. ഐന, അടുത്തതോ ഐന മിഫ്താഹുൽ ബൈത്തി, വീടിൻ്റെ ചാവി എവിടെയാണ്. ഐന മിഫ്താഹുൽ ബൈത്തി, വീടിൻ്റെ ചാവി എവിടെയാണ്.
യെസ്, ഇതേ രൂപത്തിൽ നമുക്ക് അടുത്തതും കൂടെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യുക, വായിക്കാൻ നമുക്ക് കഴിയണം. വായനയുടെ ഒരു ലോകത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി വായിക്കാനുള്ള ഒരു പരിശീലനമാണ് നേടുന്നത്. 10-ാമത്തത് എന്താണ് അതിൻ്റെ അർത്ഥം? മോനെ നീ ആരാണെന്നാണ്. വലത് പറഞ്ഞാൽ കുട്ടി, കുട്ടി ഹോ ബോയ് ഹൂ ആർ യു എന്നാണ് ഇതിൻ്റെ അർത്ഥം. കുട്ടി നീ ആരാണ്. എങ്ങനെ വായിക്കാം? അത് വായിക്കേണ്ട രീതി മൻ അൻത യാ വലതു, അല്ലേ? മൻ അൻത യാ വലതു. നേരത്തെ പഠിച്ച നിയമം നോക്കൂ നിങ്ങൾ. നിയമം അവിടെ വന്നു. ഞാൻ നേരത്തെ പറഞ്ഞു ആ നിയമം ഇനി നിങ്ങൾക്ക് ഓർമ്മ വരണം. എന്താണ്? ഞാൻ അബ്ബാസിൻ്റെ മകനാണ്. ഞാൻ അബ്ബാസിൻ്റെ മകനാണ്. അത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇവിടെ നോക്കൂ, കണ്ടില്ലേ? നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സംഭവം ഇവിടെ വന്നു. അലിഫിൻ്റെ മുകളിൽ കണ്ടില്ലേ? അലിഫിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ചങ്ങാതിനെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെയാണ് നമ്മളതിനെ വായിക്കേണ്ടത്? നമ്മൾ നിയമം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് വായിച്ചു നോക്കൂ, എങ്ങനെയാണ് വായിക്കുക? അന വായിച്ചോളൂ. എങ്ങനെ വായിക്കും? അന ഇബ്നു അബ്ബാസിൻ. വായിക്കുമോ? ശരിയാണോ അത്? അല്ല. പിന്നെ എങ്ങനെയാണ് വായിക്കുക? അനബ്നു അബ്ബാസിൻ. മാഷാ അല്ലാ. എന്താണ്? അനബ്നു അബ്ബാസിൻ. അത് വായിക്കേണ്ടത് അനബ്നു. അനബ്നു, അന ഇബ്നു എന്ന് പറയില്ല. അനബ്നു അബ്ബാസിൻ. ഞാൻ അബ്ബാസിൻ്റെ മകനാണ്. ഞാൻ അബ്ബാസിൻ്റെ മകനാണ്. കണ്ടില്ലേ? അനബ്നു. ആ നിയമം പഠിച്ചു. ഇനി നോക്കൂ നിങ്ങൾ 11-ാമത്തേലേക്ക് നമുക്ക് പോകാം. അവിടെയും ഇതേ നിയമം തന്നെയാണ്. കണ്ടോ? വാവ് വന്നതിന് ശേഷം നിങ്ങൾ നോക്കൂ, അലിഫിൻ്റെ മുകളിൽ കാണുന്നത് എന്താണ്? വസ്ലല്ലേ? വസ്ലിൻ്റെ അടയാളം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് വായിക്കേണ്ടത്? രണ്ടാമത്തെ നോക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ആരാണ്? അവൻ ആരുടെ മകനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ശേഷം അവൻ ഖാലിദിൻ്റെ മകനാണ്. അപ്പോൾ ഈ ഒരു നിയമത്തിലൂടെ, ഈ ഒരു വാചകത്തിലൂടെ വീണ്ടും അബ്ദുറഹീം റഹിമഹുല്ല, അദ്ദേഹത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റഹിമഹുല്ല എന്ന് പറഞ്ഞു ഓർക്കണമല്ലേ? വലിയൊരു സംഭാവനയാണ് അദ്ദേഹം അത് ചെയ്ത്. നമ്മൾ ഈ ക്ലാസ്സൊക്കെ അദ്ദേഹത്തിൻ്റെ ഖബറിലേക്കുള്ളൊരു വിഭവമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. ശരി, എങ്ങനെയാണ് വായിക്കേണ്ടത്? വബ്നു മൻ ഹുവ. അത് വായിക്കേണ്ട രീതി വബ്നു മൻ ഹുവ. എന്താണ് അതിൻ്റെ അർത്ഥം? വബ്നു മൻ ഹുവ. അവൻ ആരുടെ മകനാണ്? അതിൻ്റെ ഉത്തരം എന്താണ് കൊടുത്തിട്ടുള്ളത്? അതിൻ്റെ ഉത്തരം എന്താണ്? ഹുവബ്നു ഖാലിദിൻ. ഹുവബ്നു ഖാലിദിൻ. ഹുവബ്നു ഖാലിദിൻ. അപ്പോൾ നമ്മൾ ആ നിയമം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വബ്നു. അടുത്തത് 12-ാമത്തത് നമുക്ക് വായിക്കാം. ഐന പിന്നെ അർത്ഥമാണല്ലോ ഞാൻ പറയേണ്ടത്. എന്താണ് അതിൻ്റെ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് എവിടെയാണ്? അത് മദീന മുനവ്വറയിലാണ്. എങ്ങനെയാണത് വായിക്കുക? അത് വായിക്കേണ്ട രീതി ഐന മസ്ജിദു. ശരിയല്ലേ? ഞാൻ വായിച്ചത് ശരിയല്ലേ? ഐന മസ്ജിദു. എവിടെയാണ് മസ്ജിദ്? റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൻ്റെ പള്ളി എവിടെയാണ്? ഹുവ ഫിൽ മദീനത്തിൽ മുനവ്വറ. അതെവിടെയാണ്? മദീന മുനവ്വറയിലാണത്, അല്ലേ? മദീന മുനവ്വറയിലാണത്. യെസ്. 13-ാമത്തെ നോക്കൂ. അതിൻ്റെ അർത്ഥം പറയാണ്, ഹാമിദിൻ്റെ മകൾ മദ്രസയിലാണ്, മുഹമ്മദിൻ്റെ മകളാണെങ്കിലോ ജാമിയയിലുമാണ്. എങ്ങനെ വായിക്കും? വായിക്കേണ്ട രീതി നോക്കൂ. ബിൻതു ഹാമിദിൻ ഫിൽ മദ്രസ വബിൻതു മുഹമ്മദിൻ ഫിൽ ജാമിഅ. കറക്റ്റാണ് അല്ലേ? ഹാമിദിൻ്റെ മകൾ മദ്രസയിലും മുഹമ്മദിൻ്റെ മകൾ യൂണിവേഴ്സിറ്റിയിലുമാണ്. ജാമിഅ എന്ന് പറഞ്ഞാൽ ജാമിഅ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? യൂണിവേഴ്സിറ്റി. അപ്പോൾ അത് അർത്ഥം മനസ്സിലാക്കി, വായിക്കേണ്ട രീതിയും മനസ്സിലാക്കി. 14-ാമത്തത് എങ്ങനെയാണ്? നോക്കൂ നിങ്ങൾ. 14 ഇസ്മുൽ മുദർരിസി സഈദുൻ വസ്മുൽ മുഹന്ദിസി ഖാലിദുൻ. നേരത്തെ ഹംസത്ത് വസ്ൽ ഇവിടെ വന്നിട്ടോ. ആ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച്
ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ ഭാഗം എന്ത് ചെയ്യണം, നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ഇസ്മുൽ മുദരിസി സഈദുൻ, പിന്നീട് വസ്മുൽ മുഹന്ദിസി ഖാലിദുൻ. മുദരിസിൻ്റെ പേര് സഈദാണ്, വസ്മുൽ മുഹന്ദിസി എഞ്ചിനീയറുടെ പേര് ഖാലിദുമാണ്. അപ്പോൾ അധ്യാപകൻ്റെ പേര് ഇസ്മുൽ മുദരിസി, അധ്യാപകൻ്റെ പേര് സഈദുൻ, സഈദാണ്. വസ്മുൽ മുഹന്ദിസി ഖാലിദുൻ, എഞ്ചിനീയറുടെ പേര് ഖാലിദാണ്. 15ാമത്തേത് എന്താ? അമ്മു ത്വാലിബിൻ്റെ അമ്മ ഗനിയുൻ, റിച്ച്, സമ്പന്നനാണ്. അമ്മെന്ന് പറഞ്ഞാൽ എന്താ? എളാപ്പ, മൂത്താപ്പാക്കൊക്കെ എന്ത് പറയാം? അമ്മെന്ന് ഉപയോഗിക്കാം. അപ്പോൾ ത്വാലിബിൻ്റെ കൊച്ചാപ്പ ആരാണ്? പിതൃവ്യൻ. ഗനിയുൻ, ഗനി എന്ന് പറഞ്ഞാൽ സമ്പന്നനാണ്. അപ്പോൾ എളാപ്പാക്കും മൂത്താപ്പാക്കൊക്കെയാണ് അമ്മ് എന്നെന്ത് ചെയ്യുക പറയാറുള്ളത്. വാപ്പയുടെ അനിയനും ജ്യേഷ്ഠനുമൊക്കെയാണ് അമ്മ് എന്ന് പറയാറുള്ളത്. ഓരോ ജില്ലയിലും വ്യത്യസ്ത രീതിയായിരിക്കും അതിന് പറയാതുകൊണ്ടാണ് അങ്ങനെ തന്നെ വ്യക്തമാക്കി പറയുന്നത്. അപ്പോൾ എങ്ങനെ വായിക്കണം ഇതിനെ? അമ്മു ത്വാലിബി, അമ്മു ത്വാലിബി ഗനിയുൻ, അമ്മു ത്വാലിബി ഗനിയുൻ, വിദ്യാർത്ഥിയുടെ അമ്മ് ഗനിയുൻ, അത് റിച്ചാണ്. 16ാമത്തേത്, ഇപ്പോൾ നമ്മൾ ഏറെക്കുറെ ഈ വിഷയം നമ്മൾ പഠിച്ചതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതിലിങ്ങനെ കൂടുതൽ ആ സമയം എടുക്കേണ്ടതില്ല. മസ്ജിദിൻ്റെ ഡോറ് തുറന്നു വച്ചതാണ്. അതുപോലെ തന്നെ മദ്രസയുടെ ഡോറ് ക്ലോസ്ഡ് ആണ്. ബാബുൽ മസ്ജിദി മഫ്തൂഹൻ വബാബുൽ മദ്രസത്തി മുഗ്ലഖുൻ. മുഗ്ലഖ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. 17ാമത്തേത് ഹാമിദിൻ്റെ ഖാൽ, ഖാൽ എന്ന് പറഞ്ഞാൽ അമ്മാവൻ, ഖാല് അമ്മാവൻ. ഹാമിദിൻ്റെ ഖാല് ഫക്കീറുൻ, ഫക്കീറുൻ എന്ന് പറഞ്ഞാൽ ദരിദ്രനാണ് എന്നതാണ് അതിൻ്റെ അർത്ഥം, ദരിദ്രനാണ്. 18ാമത്തേത് സയ്യാറത്തു അബ്ബാസിൻ, സയ്യാറത്തു അബ്ബാസിൻ, അബ്ബാസിൻ്റെ സയ്യാറത്ത് കാറ് എങ്ങനെയാണ് വായിക്കുക? സയ്യാറത്തു അബ്ബാസിൻ ഫിഷാരി, ഫിഷാരി, ഷാരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? റോഡിനാണ് പറയാം, റോട്ടിലാണ്. ഷാരി, ഷാരി റോഡ് കേട്ടോ, ഫിഷാരി റോട്ടിലാണ്. അപ്പോൾ അബ്ബാസിൻ്റെ കാറ് റോട്ടിലാകുന്നു. 19ാമത്തേതും നേരത്തെ നമ്മൾ പഠിച്ച അതേ നിയമം തന്നെയാണ് ഇവിടെ വന്നത് അല്ലേ? നീ ആരുടെ മകനാണ്? എങ്ങനെ വായിക്കും? ഹംസത്ത് വസ്സലാണ് അല്ലേ? അപ്പോൾ അവിടെ എന്താ വായിക്കുക? ഇബ്നുമൻ അൻത, അവിടെ തുടക്കത്തിൽ ഉച്ചാരണം കൊടുക്കണം. ഇബ്നുമൻ അൻത. ഉത്തരം വായിക്കുമ്പോഴോ അതിൻ്റെ മറുപടി എന്താണ്? അനബിനുൽ മുദരിസി, അനബിനുൽ മുദരിസി, ഞാൻ അധ്യാപകൻ്റെ മകനാണ്. അനബിനു വായിച്ചപ്പോൾ തുടക്കത്തിലോ ഇബ്നുമൻ അൻത, അനബിനുൽ മുദരിസി. 20ാമത്തേത് പട്ടി എവിടെയാണ്? ഹുവ, അത് കാറിൻ്റെ താഴെയാണ്. കാർ നിർത്തിയിട്ട് അതിൻ്റെ താഴെ പട്ടിയുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഐനൽ കൽബു, വായിക്കേണ്ട രീതി ഐനൽ കൽബു. ഹുവ തഹ്ത സയ്യാറത്തി, അത് കാറിൻ്റെ താഴെയാണ്. 20 ഉദാഹരണങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.